കേരളത്തിൽ ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കാലവർഷം തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനെയാണ് അതിതീവ്ര മഴ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് തീവ്രമഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെയാണ് ഓറഞ്ച് അലർട്ട് എന്നുള്ളതുകൊണ്ട് വ്യക്തമാക്കുന്നത്. അതേസമയം നാളെ സംസ്ഥാനത്തെ 11 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മധ്യകിഴക്കന് അറബിക്കടലിലെ തീവ്രന്യൂനമർദ്ദം കൊങ്കണ് തീരത്തിന് മുകളിൽ രത്നഗിരിക്ക് സമീപം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മെയ് 27 മധ്യപടിഞ്ഞാറൻ, വടക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് സാധാരണയിലും 8 ദിവസം മുൻപേ തന്നെ കാലവർഷം എത്തിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ ആദ്യ ദിനം തൊട്ട് മഴ ശക്തമാകുകയാണ്. സാധാരണയേക്കാൾ കൂടുതൽ മഴ ഈ കാലവർഷക്കാലത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ജൂൺ 1 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തല്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ഇന്നലെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെ പുന്നപ്പുഴയിൽ ഒഴുക്ക് ശക്തിപ്പെട്ടു. മേപ്പാടിയിൽ കണ്ടറയാൾ റൂം തുറന്നിട്ടുണ്ട്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. അതേസമയം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും എന്ന് ജില്ലാ കലക്ടർ വി.ആർ. വിനോദ് അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങളും സാഹസിക വിനോദ പരിപാടികളും ട്രക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ വൻ നാശനഷ്ടം. കോഴിക്കോട് മാവൂർ പൈപ്പ് ലൈൻ ജംഗ്ഷന് സമീപം കാറിന് മുകളിൽ മതിൽ വീണ് അപകടമുണ്ടായി. കാറിലും സമീപത്തും ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. കൊല്ലം പോളയത്തോട് ശക്തമായ മഴയിലും കാറ്റിലും കൂറ്റന് പരസ്യബോർഡ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് തകർന്നു വീണു. ശക്തമായ കാറ്റിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ കെ.എസ്.ഇ.ബിക്ക് 27 കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തല്. തിരുവനന്തപുരം പ്രസ് ക്ലബിനു മുന്നിലെ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് പത്തിരിപ്പാലയിൽ ബസിനു മുകളിൽ മരം കടപുഴകി വീണ് അപകടമുണ്ടായി. ഡൽഹിയിലും കനത്ത മഴ. അതേസമയം ഡൽഹിയിലും ശക്തമായ മഴയാണ് ഇന്നലെ മുതൽ പെയ്യുന്നത്. ഡൽഹി എൻസിആറിൽ ഞായറാഴ്ച പുലർച്ചെ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടായി. മോശം കാലാവസ്ഥ പക്ഷേ വിമാന സർവീസുകളെ ബാധിച്ചു. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വകുപ്പ് മേഖലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് മിന്റോ റോഡ്, ഹുമയൂൺ റോഡ്, ശാസ്ത്രി ഭവൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കനത്ത മഴയ്ക്ക് ശേഷം സാധാരണയായി വെള്ളക്കെട്ട് കാണപ്പെടുന്ന മിന്റോ പാലത്തിൽ ഒരു കാർ മുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി.
ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും പൊടിക്കാറ്റും തുടർന്ന് ഇടിമിന്നലും മഴയും ഉണ്ടാകുമെന്നും മണിക്കൂറിൽ 60 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു.